friends, welcome to Ramzans world. എന്റെ വകയായിരുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് സോയ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോംബോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നമുക്ക് സോയ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. സോയ ഒന്ന് നല്ലതായിട്ട് വേവിച്ച് കരിവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ നല്ല ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അരച്ചിട്ട് വരാം. വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സോയയിലോട്ടിടാം. ഇതിലേക്ക് മസാലകൾ ചേർത്ത് വെക്കാം. അത്രയൊന്നും വേണ്ട. നമുക്ക് അടുത്തത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഇച്ചിരിയുടെ ഇട്ടുപോയി ഫ്രണ്ട്സ്, കുരുമുളക് ഇച്ചിരി ഇട്ടത് തോനെയായിപ്പോയി. ഇന്ന് അമ്മച്ചി കുറെ കുരുമുളക് പൊടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല എരിയുള്ള കറിയായിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഒണിയനും ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ ഒണിയൻ സ്ക്വയർ ആയിട്ടാണ് അരിയുന്നത്. അപ്പം നമ്മൾ ഒണിയൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ അരിയാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കിടക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒന്ന് കത്തിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാം. നമ്മളുടെ സോയ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മളുടെ സോയ നല്ല പോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മളുടെ സോയ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കട്ട് ചെയ്തിട്ടതും കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് അടച്ചേക്കാം. അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചേക്കാം. വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നേരത്തെ അകത്താൻ പറ്റിയോണ്ട്. അപ്പം നമുക്ക് ഇനി ചേർക്കാനുള്ളത് സോയാ സോസും കെച്ചപ്പും കോൺഫ്ലവറും വെള്ളവും കൂടെ മിക്സ് ആക്കിയത്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസും കെച്ചപ്പും കോൺഫ്ലവർ മിക്സും ചേർത്ത് കൊടുക്കാം.
നേരത്തെ ഒരു അബദ്ധം പറ്റിയോണ്ട് സോയ സോസ് ഉമ്മച്ചി ഒരു കപ്പിനകത്താക്കി തന്നിട്ടുണ്ട്. നമുക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. മതി. കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. തീ ഉറച്ചേക്കണം. ശകലം ഉപ്പിന്റെ കുറവുണ്ട്, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇതിന് കുരുമുളക് കൂടി പോയതുകൊണ്ട് നമുക്കിതിന് പെപ്പർ ചില്ലി സോയ എന്ന് വേണമെങ്കിലും പറയാം. നല്ല അടിപൊളി കറിയായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഒരു ശകലം എരി ഉണ്ട്, ഉള്ളതായിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ട്. പക്ഷേ നമ്മൾ കെച്ചപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എരിയൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും എരി കൂട്ടുന്നവരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് ചപ്പാത്തിയും കൂടെ ചുട്ടിട്ട് കഴിക്കാം. ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. എടുത്ത് പോയി. നീ ചേർത്തു. കൊള്ളാവോ? നല്ല ടേസ്റ്റ്. എരിയുണ്ടോ? ചെറുതായിട്ട് എരിയുണ്ട്. എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.